ഹായ്, എല്ലാവർക്കും എ ടു സെറ്റിന്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇലക്ട്രോണിക്സ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ് കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള ഡിപ്പാർട്ട്മെന്റ് ഓഫ് അറ്റോമിക് എനർജി കീഴിൽ ഇലക്ട്രോണിക്സ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ് പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഏകദേശം 1100ഓളം ഒഴിവുകളാണ് ജൂനിയർ ടെക്നീഷ്യൻസ് എന്ന് പറയുന്ന വിഭാഗത്തിലേക്ക് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത്. താല്പര്യമുള്ളവർക്ക് ഓൺലൈനായിട്ട് ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ കഴിയും. യാതൊരു അപേക്ഷാ ഫീസോ മറ്റു കാര്യങ്ങളൊന്നും ഇല്ലാതെ ഡയറക്റ്റ് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാം. 16/1/2024 വരെ മാത്രമേ ഇത് അപേക്ഷിക്കാൻ പറ്റുള്ളൂ. നമുക്കേതായാലും ഈ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷന്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പം കേന്ദ്ര സർക്കാരിന്റെ കീഴിൽ ഇലക്ട്രോണിക്സ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന യുവതീവാക്കൾക്ക് വേണ്ടി പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷനുമായിട്ട് ഇപ്പോൾ ഇലക്ട്രോണിക്സ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ 1100ഓളം ജൂനിയർ ടെക്നീഷ്യൻസ് എന്ന് പറഞ്ഞ വിഭാഗത്തിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. അപ്പോൾ അതിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇലക്ട്രോണിക്സ് മെക്കാനിക് എന്ന് പറഞ്ഞ വിഭാഗത്തിലേക്ക് 275 വേക്കൻസികളും, ഇലക്ട്രീഷ്യൻ വിഭാഗത്തിലേക്ക് 275, ഫിറ്റർ വിഭാഗത്തിലേക്ക് 550 ഒഴിവുകളുമായിട്ടാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിലേക്ക് 30 വയസ്സാണ് മാക്സിമം ഏജ് ലിമിറ്റ്. അതുപോലെ 22,528 രൂപയായിരിക്കും മന്ത്ലി നിങ്ങൾക്ക് ലഭിക്കുന്ന വേതനം. അപ്പോൾ അതുപോലെ തന്നെ ഇതിലേക്ക് വേണ്ട ക്വാളിഫിക്കേഷൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ നിങ്ങൾക്ക് മിനിമം വേണ്ടത് നിങ്ങൾക്ക് 10ാം ക്ലാസ്സും പ്ലസ് അതിനോട് കൂടി തന്നെ 2 വർഷത്തെ ITI കോഴ്സ് എടുത്തിട്ടുള്ള ആൾക്കാണെങ്കിൽ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ അപ്രന്റീസ്ഷിപ്പിന് വേണ്ടിയിട്ടല്ല, നിങ്ങൾക്ക് ഡയറക്റ്റ് റെഗുലർ ആയിട്ടുള്ള നിയമനമായിരിക്കും ഇതിലേക്ക് ഉണ്ടായിരിക്കുക. ഏകദേശം 2 വർഷത്തെ നിങ്ങൾക്ക് ITI ഉണ്ടായിരുന്നാൽ മതി. അതിലേക്ക് ട്രേഡ് നോക്കുകയാണെങ്കിൽ ഇലക്ട്രോണിക്സ് മെക്കാനിക്, ഇലക്ട്രീഷ്യൻ, അതുപോലെ ഫിറ്റർ വിത്ത് 1 ഇയർ അപ്രന്റീസ്ഷിപ്പ്. അത് ഷുഡ് ഹാവ് മിനിമം 1 ഇയർ പോസ്റ്റ് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് ആഫ്റ്റർ ITI അപ്രന്റീസ്ഷിപ്പ്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടത് മിനിമം 10ാം ക്ലാസ്സോട് കൂടി തന്നെ നിങ്ങൾക്ക് ഒരു ITI ഉണ്ടായിരിക്കുക. പ്ലസ് നിങ്ങൾ 1 ഇയർ അപ്രന്റീസ്ഷിപ്പ് ട്രെയിനിങ് കഴിഞ്ഞ ആളുകളാണെങ്കിൽ അവർക്ക് തീർച്ചയായും ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഓരോ ട്രേഡുകളും അതിലേക്ക് വന്നിരിക്കുന്ന വേക്കൻസികൾ നോക്കുകയാണെങ്കിൽ ഇലക്ട്രോണിക്സ് മെക്കാനിക് മൊത്തം 275 പോസ്റ്റുകളിൽ SC 44, ST 19, OBC 74, ജനറൽ 110, EWS 28 വേക്കൻസിയാണ്. പിന്നെ വരുന്ന ഇലക്ട്രീഷ്യൻ വിഭാഗത്തിലേക്ക് 275 ആണ് പോസ്റ്റ് ടോട്ടൽ വന്നിരിക്കുന്നത്. അതിൽ SC 44, ST 19, OBC 74, ജനറൽ 110, EWS 28 വേക്കൻസികളും. ഫിറ്റർ വിഭാഗത്തിലേക്കാണെങ്കിൽ 550 വേക്കൻസികൾ ടോട്ടലുള്ളത്. അതിൽ SC 88, ST 39, OBC 148, ജനറൽ 220, EWS 55 വേക്കൻസികളുമായിട്ട് മൊത്തം വന്നിരിക്കുന്നത് 1100ഓളം വേക്കൻസികളാണ് നിലവിലുള്ളത്. ഇതിലേക്ക് വന്നിരിക്കുന്ന ഏജ് ലിമിറ്റ് ആർക്കെല്ലാമാണ്, ഏത് പ്രായപരിധിയിലുള്ളവർക്കാണ് അപേക്ഷിക്കാൻ പറ്റുക നോക്കിക്കഴിഞ്ഞാൽ ഇതിലേക്ക് പറഞ്ഞിരിക്കുന്ന ഏജ് ലിമിറ്റ് നമ്മൾ പറഞ്ഞു 30 വയസ്സാണ്. അതിൽ SC STക്ക് 5 വയസ്സിൻ്റെയും OBCക്ക് 3 വയസ്സിൻ്റെയും. ഇനി PWD കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർക്ക് അതിൻ്റെതായിട്ടുള്ള ഏജ് ഇളവുകളും മറ്റു കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ അതിൽ സെലക്ഷൻ പ്രൊസീജിയർ നിങ്ങൾക്ക് ക്വാളിഫിക്കേഷൻ നോക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് എക്സ്പീരിയൻസിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും. അപ്ലൈ ചെയ്യുന്ന ആളുകൾക്ക് എക്സാം അല്ല, ജസ്റ്റ് നിങ്ങൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്യും. അതിനായിരിക്കും നിയമനം ഉണ്ടായിരിക്കുക. അപ്പോൾ താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, 10/1/2024 ഈ നോട്ടിഫിക്കേഷൻ വന്നത്. 16/1/2024 വരെ നിങ്ങൾക്കിത് ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ താല്പര്യമുള്ള ആളുകൾ ഈ അവസരം ഉപയോഗപ്പെടുത്തുക. നിങ്ങൾ ഫ്രണ്ട്സുകൾ ആരെങ്കിലുള്ള ജോലികളൊക്കെ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്ക് നിങ്ങളൊന്ന് മാക്സിമം ഷെയർ ചെയ്യുക. ഇത്തരമുള്ള അപ്ഡേഷൻസും ഡെയിലി ജോബ് അപ്ഡേറ്റ്സുകളൊക്കെ ലഭിക്കാൻ ചാനൽ ഫോളോ ചെയ്യാം. നമുക്കെല്ലാം അടുത്തൊരു നോട്ടിഫിക്കേഷനുമായി കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.